ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ബലത്തായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 109-ാമത്തെ ഹിക്മത്താണ് ഇനി നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും മാറി അള്ളാഹുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നന്നാവാൻ വേണ്ടി ഇങ്ങനെ സ്ഫുടം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മളിങ്ങനെ ദിവസം ആവശ്യപ്പെടുമ്പോൾ, അങ്ങനെ അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സിർറുൽ ഖുസൂസിയത്ത് കിട്ടും. പക്ഷെ അത് എപ്പോൾ കിട്ടും, എന്ന് കിട്ടും, എവിടുന്ന് വെച്ച് കിട്ടുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ നൂറുകളൊക്കെ ചിലപ്പോൾ അധികം എങ്ങനെ വരാമെന്നാ, അപ്രതീക്ഷിതമായിട്ടാണ് വരാമെന്ന്. ഘട്ടം ഘട്ടമായിട്ട് വരുന്നതിനേക്കാളും സിർറുൽ ഖുസൂസിയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ചിലപ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിൻ്റെ നല്ല അടിമയാകാൻ വേണ്ടി എപ്പോഴും നിരന്തരം ദുആ ചെയ്യുന്നുണ്ട്. അടിമത്തത്തിൻ്റെ പരിപൂർണത നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഒരു പരിപൂർണമായ അടിമത്തത്തിലേക്ക് നമ്മൾ എത്തണില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ പരിശോധിക്കാനാണ് ഹിക്മ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നോ അത് നോക്കാം. അതാണ് ഹിക്മ വിശദീകരിക്കുന്നത്. നമുക്കത് വായിച്ചിട്ട് എൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. എന്താണ്? ലാ തുത്താലിബ് റബ്ബക ബിതഅഖുറി മത്ലബിക വലാകിൻ ത്വാലിബ് നഫ്സക ബിതഅഖുറി അദബക എന്നോ. ലാ തുത്താലിബ് റബ്ബക, നീ നിൻ്റെ റബ്ബിനോട് നീ തേടണ്ട, ചോദിക്കണം, അന്വേഷിക്കണ്ട. ബിതഅഖുറി മത്ലബിക, നീ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ നടക്കണില്ലല്ലോ, പിന്നെ ഞാൻ ആ അവസ്ഥയിൽ എത്തിയിട്ടില്ലല്ലോ, ഒരുപാട് കാലമായല്ലേ അതിൻ്റെ പിന്നിൽ നടക്കണ്, അല്ലേ, പ്രയത്നിക്കണ്, ശ്രമിക്കണ്, പക്ഷെ എന്ത് ചെയ്യില്ല, ഇതുവരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു സിറുള്ള ഖുസൂസിയത്തുള്ള ഇല്ലേ, വിലായത്തിൽ ഇങ്ങനെ പറഞ്ഞെടുക്കാന്നല്ലാതെ എല്ലാവർക്കും കിട്ടാവുന്നതാണല്ലോ. പക്ഷേ നമ്മളൊക്കെ ഒരുപാട് കാലം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്ത് എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മത പാലിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്താണ്, അള്ളാഹുവിൻ്റെ ആ ഒരു ഖുസൂസിയത്തുള്ള സിറുള്ള അടിമയായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ മാറാത്തത്? ഇവിടെ ഉദ്ദേശിക്കുന്ന മത്തലബ് അതാട്ടോ. അല്ലാത്ത മത്തലബും കുറേ സംഗതികളുണ്ടാവും. നമുക്ക് അള്ളാഹോട് പലതും ചോദിക്കുന്നുണ്ട്, പലതും നമ്മൾ അള്ളാഹോട് ദുആ ചെയ്യുന്നുണ്ട്. അത് ഉത്തരം കിട്ടാതിനൊക്കെ വേറെ വേറെ കാരണങ്ങളുണ്ടാവും, അത് വേറെ വിഷയം. ഇവിടുത്തെ നമ്മൾ അള്ളാഹുടെ അന്വേഷണം ഏതാണ്? അള്ളാഹുവിൻ്റെ ഉബൂദിയത്താണ്. ഉബൂദിയത്ത് പറഞ്ഞാൽ എന്താ? നിഷ്കളങ്കനായ അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിൻ്റെ എല്ലാ റുബൂബിയത്തിൻ്റെ വിശേഷങ്ങൾ അംഗീകരിച്ചു കൊടുത്ത് അത് നമ്മളിൽ പ്രകടമാവുന്ന ഒരു പ്രത്യേകതയുള്ള അടിമയാകുക എന്നുള്ളത് നമ്മളെ എയിം. നമുക്ക് നമ്മൾ അള്ളാഹോട് എപ്പോഴും തേടേണ്ടത് എന്താ? നമ്മൾ പറയുന്നില്ലേ, മാന്മാർ പറയുന്നത് എന്താ? അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഏതാ? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതാണ്? അള്ളാഹു നമ്മളോട് ചോദിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഏതാ? അള്ളാഹു തആല നമ്മളോട് ചോദിക്കുന്നതാണ്. അള്ളാഹു തആല നമ്മളോട് എന്താ ചോദിക്കുന്നത്? ഒരു നിഷ്കളങ്കനായ കറകളഞ്ഞ അള്ളാഹുവിൻ്റെ അടിമയാകണം എന്നാണ് പഠിച്ചവൻ്റെ ആവശ്യം. അപ്പോൾ നമ്മൾ പഠിച്ചോണ്ട് ചോദിക്കേണ്ടത് ഏറ്റവും നല്ലത് തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ട, നീ അംഗീകരിക്കുന്ന, നീ പൊരുത്തപ്പെടുന്ന തൃപ്തിയുള്ള ഒരടിമ എന്നെ ആക്കണമെന്നാണ്. അപ്പോൾ നമ്മളങ്ങനെ അള്ളാഹുടെ ദിനത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ ഉത്തരം കിട്ടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തുറന്ന് കിട്ടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടാസന്മാരെ പറ്റി പഠിച്ചിട്ടുള്ള ഒരവസ്ഥയുള്ള ഒരു വിശേഷത്തിലായ അടിമയാ എന്തുകൊണ്ടാണ് ഞാൻ ആവാത്തത് എന്ന് നീ അന്വേഷിക്കേണ്ടത്. കാരണം അങ്ങനെ അന്വേഷിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടില്ല. എനിക്ക് ഉത്തരം കിട്ടാനുള്ള എളുപ്പവഴി, നിൻ്റെ ഈ വഴുകിയതിൻ്റെ ഉത്തരം കിട്ടാനുള്ള എളുപ്പവഴി അതിൻ്റെ ബാക്കി പറയുന്നുണ്ട്. എന്താണ് അതാ പറയാം.
വലാ തുതാലിബ് റബ്ബക ബിതഅഖുരി മത്ലബിക. നീ അള്ളാഹുവിനോട് ചോദിച്ച സംഗതി വൈകുന്നതിൻ്റെ കാരണം നീ അള്ളാഹുവിനോട് അന്വേഷിക്കണ്ട. പക്ഷെ വലാക്കിൻ നീ അന്വേഷിച്ചോ തോലിബ് നഫ്സക്ക. വലാക്കിൻ പക്ഷേ തോലിബ് നഫ്സക്ക നീ നിന്നോട് തന്നെ അന്വേഷിക്ക്. ബിതഅഖുരി അദബക്ക നിൻ്റെ അള്ളാഹുമായിട്ടുള്ള അദബ് എത്രത്തോളം പിന്തിയിട്ടുണ്ട് എന്ന് നീ അന്വേഷിച്ചാൽ മതി. അപ്പം എനിക്ക് ഉത്തരം കിട്ടും. പഠിച്ചവൻ എൻ്റെ ഉത്തരം എന്തുകൊണ്ട് വൈകി എന്നതിന് നിനക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നീ പഠിച്ചോണ്ട് അതിന് വേണ്ടി വല്ലാതെ വരക്കണ്ട. മറിച്ച് നീ എന്ത് ചെയ്താൽ മതി, അള്ളാഹുമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ അദബ് എത്രത്തോളം പിന്തിയിട്ടുണ്ട്, ഞാൻ എത്രത്തോളം ആ വിഷയത്തിൽ പഠിച്ചവനുമായിട്ടുള്ള അദബിൽ ബാക്കിലാണ് എന്ന് നീ പരിശോധിച്ചാൽ നിനക്കുള്ള ആ ചോദ്യത്തിന് ഉത്തരം അവിടെ കിട്ടുമെന്ന്. അപ്പം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അദബുകളുണ്ട്. നല്ല അദബുണ്ട്, മോശം അദബുണ്ട്. നമ്മൾ സാധാരണ പറഞ്ഞ ഒരുപാട് അദബുണ്ട്. ഉദാഹരണമാണെങ്കിൽ പിന്നെ നല്ല അദബുകൾക്ക് ഉദാഹരണം എന്താ? പ്രാർത്ഥനയുടെ നല്ല അദബുകൾക്ക് ഉദാഹരണം നിങ്ങൾ പറഞ്ഞു നോക്കി. നമുക്ക് എല്ലാവരും കൂടി പറയാം. പിന്നെ ഉറങ്ങാതെ വിഷയം മുഴുവനായിട്ട് അല്ലേ? അള്ളാഹുമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ നല്ല അദബുകൾ എന്തൊക്കെയാണ്? ഒന്ന് ആത്മാർത്ഥത വേണം, രണ്ട് ഹൃദയ സാന്നിധ്യം ഉണ്ടാവണം. ഹൃദയ സാന്നിധ്യമില്ലാത്ത ഒരു പ്രാർത്ഥനയും ആരും സ്വീകരിക്കില്ല, അള്ളാഹുത്തിനെ സ്വീകരിക്കില്ല. അത് നമുക്ക് 100% ഉറപ്പാണ്. പിന്നെ അള്ളാഹുവിനെ നമ്മൾ നല്ലോണം സ്തുതിക്കണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താ? പടച്ചോനെ പുകഴ്ത്തിയത് പറയാം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പറയാം. കാരണം അള്ളാഹു തആല അതിൻ്റെ അർഹനാണ്. അപ്പോൾ അതിങ്ങനെ പുകഴ്ത്താന്നുള്ളതാണ്. അള്ളാഹുവിനെ എന്ത് ചെയ്യുക? നമ്മളെപ്പോഴും സനാ അല്ലേ? ഫാത്തിഹയിൽ പകുതി ഭാഗം എന്താണ് അല്ലേ? സനാ ആണ് അല്ലേ? പുനൂത്തിൽ നമ്മൾ പറയില്ലേ, അവിടെ നിന്നാണ് പ്രാർത്ഥന കഴിഞ്ഞ് ഫുള്ള് ബാക്കി എന്താ? അള്ളാഹുവിനെ പുകഴ്ത്തൽ തന്നെയാണ്. ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഉത്തരം കിട്ടുന്നിടത്ത് വലിയ സംഗതിയാണ്. റബ്ബിനെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും എന്ത് ചെയ്യണം? പ്രകൃതിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതിൻ്റെ ശേഷം റസൂലുള്ളാഹിന്റെ പേരിൽ എന്ത് ചെയ്യണം? സലാത്തുകൾ ചെല്ലണം. അത് നമുക്കറിയാം. പിന്നെന്താണ് പ്രാർത്ഥനയുടെ വലിയ ഉത്തരം കിട്ടാനുള്ള വലിയ അദബുകൾ? നമ്മളൊക്കെ അതാണ് പ്രാർത്ഥിക്കുന്നവരാണല്ലോ. ഇത് പറഞ്ഞു നോക്കി. അമിതമായ ശബ്ദം ഉയർത്താതെ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു അദബാണ്. നിദാൻ ഖഫിയ അല്ലേ? ഇതെങ്ങനെ വലിയ സൗണ്ട് ഇട്ടുള്ള കിട്ടുകയാണെന്ന് ഞാൻ പാടില്ല. അട്ടഹസിച്ച് കണ്ടുണ്ട് കോലാഹാക്കേണ്ട ആവശ്യം ഇതിലില്ല, പ്രാർത്ഥനയിലില്ല. സക്കറിയ നബി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന എന്താ പറഞ്ഞത് അല്ലേ? വളരെ രാത്രി സമയത്ത് അള്ളാഹുവോട് യാ റബ്ബി യാ റബ്ബി. ആ നിലക്ക് എന്ത് ചെയ്യാം? നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. അതുപോലെ എപ്പോഴും ഉത്തരം ഉറപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. യഖീൻ വേണമെന്നാ. ഞാൻ ഈ ചോദിച്ച സംഗതിക്ക് എൻ്റെ റബ്ബ് എന്ത് ചെയ്യും? ഉത്തരം തരും എന്നുള്ള ഏത് വേണം? ആ വിഷയത്തിൽ യഖീൻ ഉണ്ടെങ്കിലേ ഉത്തരം കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുക, റസൂലുള്ള പറഞ്ഞതിൻ്റെ പഠിച്ചോൻ പറഞ്ഞതിൻ്റെ നോക്കുക ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ നടക്കാനോ എന്ന് വിചാരിച്ചിട്ട് തന്നെ തോൽക്കാൻ പോകണം. പിന്നെ എങ്ങനെ ഉത്തരം കിട്ടുക? അതിലെന്തില്ല? യഖീനില്ല. ചില വിഷയങ്ങൾ നമുക്ക് ആലോചിച്ച് ഉത്തരം കിട്ടൂല, അത്രയും വലിയ പ്രതിസന്ധിയിലായിരിക്കും. പക്ഷേ എൻ്റെ റബ്ബിൻ്റെ സ്ഥിതിയിൽ ഉത്തരം ഉണ്ട് എന്നുള്ള ആ യഖീൻ നമുക്കില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നുണ്ടാവില്ല, ഉത്തരം ഉണ്ടാവില്ല. പിന്നെ അല ഭക്ഷണം ആ ഉത്തരത്തിൻ്റെ വലിയ സംഗതിയാണ്. പിന്നെ അനുയോജ്യമായ സമയങ്ങൾ, നിസ്കാര സമയം, സുജൂദിൽ പ്രാർത്ഥിക്കുക, ബാങ്കിൻ്റെ ഇഖാമത്തിനിടയിൽ ദ്വാരക്കുക, വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുക, നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഉത്തരം ഉണ്ടാവും. പക്ഷെ ആർക്കും അതിനൊന്നും ഉണ്ടാവില്ല, വേറെ ഉണ്ടാവില്ല. മനുഷ്യന്മാർ ബാങ്കിന് മറുപടി കൊടുക്കാത്ത ഒരു ബാങ്ക് ഏതീകരണം, നോമ്പറക്കണ ബാങ്കീകരണം അല്ലേ? അത് എന്ത് നമുക്ക് സമയം ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ സമയം കണ്ടാൽ ഭയങ്കര ഉത്തരവാണ്. ഇസ്തിമ്രാർ അതെ, ദുആ ആവർത്തിക്കുക. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് എന്ത്? ദുആ. ഇങ്ങനെ എന്ത് ചെയ്യുക? നിരന്തരം ചോദിച്ചു ഒരു വിഷയം തന്നെ റിപ്പീറ്റ് ചെയ്യുക, പഠിച്ചോനിക്ക് തരണം, വീണ്ടും ചോദിക്കുക. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ മനുഷ്യന്മാർ ചെയ്യുന്നതിന് പഠിച്ചോൻ ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണിത്.
ഇത് മനുഷ്യനോട് ചോദിക്കണമെങ്കിൽ പഠിച്ചത് ഭയങ്കര വെറുപ്പാണ്. പക്ഷെ മനുഷ്യൻ അള്ളാഹോട് ചോദിക്കണത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മനുഷ്യനെ അള്ളാഹ് തമ്മിൽ വ്യത്യാസം. മനുഷ്യന്മാർക്കിടയിൽ ഇങ്ങനെ ചോദിക്കണത് പഠിച്ചത് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ അള്ളാഹുവിനോട് ചോദിക്കണത് എന്താണ്? അത് ഭയങ്കര ഇഷ്ടമാണ്. ആവർത്തിച്ച് ചോദിക്കുക. പിന്നെ അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തി കിട്ടാനും കിട്ടിയില്ലെങ്കിൽ അൽഹംദുലില്ലാഹ്. ചിലപ്പോൾ ചില ഉത്തരങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ഡിലേ വരുത്തും. അപ്പം എന്ത് ചെയ്യുക? അൽഹംദുലില്ലാഹ് എന്ന് പറയാം. കാരണം എന്താണ്? നമ്മുടെ സ്വാലിഹ അടിമയുടെ ആ പ്രാർത്ഥിക്കുന്ന സൗണ്ട് പോലും അള്ളാഹു തആലക്ക് ഇഷ്ടമാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ എൻ്റെ അടിമ കുറച്ചിങ്ങനെ പറയട്ടെ, എനിക്ക് എൻ്റെ അടിമയുടെ ആ വിലാപം കേൾക്കണം എന്ന് മലക്കോട് പഠിച്ചവൻ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുവരെ ഇഷ്ടമാണ്. അപ്പോൾ പല കാരണം കൊണ്ട് എന്ത് ചെയ്യാം? പ്രാർത്ഥനകൾ പിന്തിക്കാം. ഇനി ദുആയിലെ മോശമായ നല്ല അതബുകൾ കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കി. പ്രാർത്ഥനയിലെ മോശമായ അതബുകൾ എന്തൊക്കെയാണ്? പ്രാർത്ഥനയിൽ എപ്പോഴും ആദ്യം ആരെ പ്രാർത്ഥിക്കണമെന്നാ? നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ പരിഗണിക്കും. അപ്പോൾ ഇപ്പോഴെന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ മാതാപിതാക്കൾ അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് റേറ്റ് കൊടുക്കാം. അവരെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. ഈ മോശമായ അതുപോലെ എന്തൊക്കെയായിരിക്കണം? മോശമായത് ഉദാഹരണം ഒന്ന് നമ്മളങ്ങനെ പറയുക, എത്രയേതായിരിക്കണം, പഠിച്ചവൻ കബൂലാക്കണില്ല, ദുആ ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ ദുആ സ്വീകരിച്ചില്ല. ഇങ്ങനത്തെ വാക്കുകൾ എന്താണ്? പ്രാർത്ഥനയിൽ മോശമായ അദബാണ്. അതുപോലെ അത്യാഹിതം കാണിക്കുക എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത കാണിക്കുക. എത്ര കാലമായി ഇതുവരുന്നിട്ട് എന്നും ഇപ്പം ഇത് ഇതുവരെക്കിട്ട് എന്നിട്ട് എന്തില്ല, അതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. അതെന്താണ്? മോശമായ അദബാണ്. അഥവാ അദബ് വിട്ടുള്ള സംസാരങ്ങൾ, പരാതി, പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു പരാതി, അസ്വസ്ഥത, അതെന്താണ്? മോശമായ അദബാണ്. പിന്നെ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ പാടില്ല. അത് ഏതാണ് പറയാം. പിന്നെ അശ്രദ്ധമായ ഹൃദയം, മനസ്സ് വേറെടുത്തും പ്രാർത്ഥന വിളയും, അതുകൊണ്ട് എന്തില്ല, അതും മോശമായ അദബാണ്. പിന്നെ സ്വന്തം പ്രവർത്തനങ്ങൾ അഭിമാനം, ഞാൻ ഇപ്പം എത്ര പോലെ നിസ്കരിച്ച് എന്തെല്ലാം എല്ലാ ജമാഅത്തിനും ഞാൻ പോകുന്നുണ്ട്, എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടില്ല. അപ്പം ഞാനെന്നുള്ളൊരു അഭിമാനം ഉണ്ടോടത്ത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അഭിമാനം എനിക്ക് തോന്നുന്നിടത്ത് എന്തുണ്ടാവില്ല, അത് മോശം അഥവാ അത് പ്രാർത്ഥനയ്ക്ക് എന്തല്ല ഉത്തരം കിട്ടാൻ പ്രശ്നമാണെന്നുള്ളതാണ്. പിന്നെ ദുആയ പരീക്ഷണമായിട്ട് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിച്ച് സാധിപ്പിച്ച ഉറപ്പ റബ്ബാണെന്ന് അങ്ങനെ എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ട് പറയും. അല്ലെങ്കിൽ എന്തെല്ലാം റബ്ബല്ലേ. അപ്പം എന്ത് ചെയ്യുക? അവൻ്റെ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക? അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുക. ദുആ അതൊരു അദബില്ലാത്ത പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മളെ കാര്യങ്ങൾ സാധിക്കാം, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മളെ കാര്യങ്ങൾ സാധിക്കാതിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അടിമത്തത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ നീ വിചാരിച്ച രൂപത്തിലുള്ള വലിയൊരു കറകളഞ്ഞ ഖുസൂസിയത്തുള്ള സിറുള്ള അടിമയായിട്ട് ചിലപ്പോൾ നീട്ടുണ്ടാവില്ല, നീ മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ആയിട്ടില്ല എന്ന്. അപ്പം അതിന് കാരണം നീ അന്വേഷിക്കേണ്ട എവിടെയാണ്? അള്ളാഹുവിനോടല്ല, മറിച്ച് നിന്നോടാണ് നീ അന്വേഷിക്കേണ്ടത്. നിന്നോട് നീ അന്വേഷിക്കുക. കാരണം എന്താണ്? നിൻ്റെ അദബ് എവിടെയെങ്കിലും കുറവുണ്ടോ, മോശത്തിലുണ്ടോ, അദബിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിൻ്റെ അദബ് നന്നായിക്കണമെങ്കിൽ നീ ചോദിച്ച കാര്യം അവിടെ നന്നായിട്ടുണ്ട് എന്നാ, നീ ചോദിച്ച കാര്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നാ. നിൻ്റെ അദബ് അള്ളാഹുമായിട്ടുള്ള നിൻ്റെ അദബ് അവിടെ നല്ല അദബായിട്ടുണ്ടെങ്കിൽ നീ ചോദിച്ച കാര്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാഴ്ചയിൽ ഉത്തരം കാണില്ല, പക്ഷെ അർത്ഥത്തിന് അതിനെന്തുണ്ട്? ഉത്തരമുണ്ട്. നിൻ്റെ കാഴ്ചയിൽ ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ എന്താ? നീ കാണാൻ ഖുസൂസിയത്തിൻ്റെ ഒരു പ്രകടതകളും നിന്നിൽ പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ നീ അറിയാത്ത ഖുസൂസിയത്തിന് നിൻ്റെ ഉള്ളിൽ അവിടെ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? നിറച്ചിട്ടുണ്ട്. നിനക്ക് പോലും ചിലപ്പോൾ എന്തെയില്ല, നിന്നെക്കുറിച്ച് അറിയാൻ കഴിയണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നല്ല സ്വപ്നങ്ങൾ ജീവിതത്തിൽ കാണാത്ത മാന്മാരുണ്ടെന്ന്. നല്ല സ്വപ്നം പോലെ അവർ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, അവർ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും അവരുടെ ഖുസൂസിയത്തിൻ്റെ സിറിനെ അവർ പോലും ചിലപ്പോൾ എന്തില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല.
അപ്പോൾ നിനക്ക് അതിന് അർഹത ഉണ്ടോ ഇല്ല എന്നുള്ളത്, നീ അതിന് ആ സ്ഥാനത്തേക്ക് എത്തിക്കണുണ്ടോ എന്നത് നിനക്ക് പരിശോധിക്കാനുള്ള വഴി നീ അള്ളാഹുമായിട്ടുള്ള വിഷയത്തിൽ അതബ് എവിടെ നിൽക്കണമെന്നുള്ള. നിൻ്റെ അതബ് നന്നായിക്കണമെങ്കിലോ നിൻ്റെ കാഴ്ചയിൽ ആ ഖുസൂസിയത്ത് ഇല്ലെങ്കിലും പ്രശ്നമില്ല, നിൻ്റെ അർത്ഥത്തിൽ ആ ഖുസൂസിയത്ത് ഉണ്ടാകാം. നിൻ്റെ അതബ് മോശമായിട്ടുണ്ടെങ്കിലോ നിനക്ക് ആ ഖുസൂസിയത്തിന് എന്തില്ല, അർഹത ഇല്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് ആ അതബ് നന്നാക്കാതെ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഖുസൂസിയത്തുള്ള അടിമയാകാത്തതെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഇതുവരെ ഏത് പറഞ്ഞിട്ടില്ല, നല്ല അതബ് പറഞ്ഞില്ല. നല്ല അതബ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല അതബ് ഉണ്ടെങ്കിൽ നമുക്കെന്താണ് ആ വിഷയം കിട്ടുമെന്നാണ്. ഇനി എന്താണ് നല്ല അതബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. വഹ്സുനുൽ അതബ് ഹുവ ഇക്തിഫാഉ ബിഇൽമിഹി. നല്ല അതബ് എന്ന് പറഞ്ഞാൽ ഈ വിഷയം, എൻ്റെ ആഗ്രഹം, ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ലക്ഷ്യം, ഇതൊക്കെ എൻ്റെ റബ്ബിന് പരിപൂർണമായിട്ടും അറിയാം എന്നുള്ള ഒരു അറിവാണ്. അതുകൊണ്ട് അവൻ എനിക്ക് എന്താണോ വിധിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഉചിതമെന്നും, അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഏത് സ്റ്റാൻഡാണോ അതാണ് എനിക്ക് ഉത്തമമെന്നും, അത് എൻ്റെ വിവരക്കുറവ് കൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാത്തതെന്നും, മാത്രമല്ല ഈ വിഷയത്തിൽ അള്ളാഹു തആല എനിക്ക് 100% ഉറപ്പ് തന്നതാണ്. പക്ഷെ അത് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് അവൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്, അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല. അവൻ ഉദ്ദേശിച്ച സമയത്ത് അത് തരും, ഞാൻ ഉദ്ദേശിച്ച സമയത്തല്ല തരിക എന്ന നിലപാടിരിക്കലാണ് ഏത് ഹുസ്നുൽ. ആ അതുണ്ടെങ്കിൽ നമുക്ക് ഖുസൂസിയത്തിൻ്റെ സിറൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഞാൻ നിർത്തുകയാണ്. വഹബ് ബിൻ മുനബ്ബഹിൻ്റെ ഒരു റിപ്പോർട്ട് കാണാം. പ്രമുഖനായ സഹാബിയാണ്, ഒരുപാട് പൂർവ്വവേദങ്ങളിലൂടെ വിവരം കിട്ടിയ മഹാനാണ്. ആ മഹാൻ പറഞ്ഞ് കാണാം. ഇനി എന്താണ് പൂർവ്വവേദങ്ങളിൽ ഞാൻ വായിച്ച സംഗതിയുണ്ട്. യാ ഇബ്ന ആദമ അത്വീനി ഫീമ അമർത്തുക, ഞാൻ എന്നോട് കൽപ്പിച്ചതിന് എനിക്ക് അനുസരിക്കണം. വലാ തുഅല്ലിമിനി ബിമാ യസ്ലഹുക, നിനക്കെന്താണ് മസ്ലഹത്ത് എന്നുള്ള ജിന്നെ പഠിപ്പിക്കേണ്ടത്. നിനക്കെന്താണ് നല്ലതെന്നുള്ള എന്ത് ചെയ്യണ്ട, എന്നെ പഠിപ്പിക്കണ്ട. എനിക്കെന്താ നല്ലതെന്ന് ആർക്കറിയാം? എനിക്കറിയാം. ഇനി ആലിമി കൽക്കി, അതോടെ ഞാൻ എന്നെ ബഹുമാനിച്ചവനെ ഞാൻ ബഹുമാനിക്കും, എന്നെ നിന്ദിച്ചവനെ ഞാൻ നിന്ദിക്കും. വലസ്തു ബിനാദിരി ഫി ഹക്കി അബ്ദി ഹത്ത യന്ദുറ അബ്ദി ഫി ഹക്കി. ഒരു അടിമയുടെ ഹക്ക് ഞാൻ പാലിക്കും, പക്ഷേ അടിമ എൻ്റെ ഹക്കും പാലിക്കണം. എന്നോടൊരു ഹക്കുണ്ട്, അത് നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ഹക്ക് ഞാനും പാലിക്കും. അപ്പോൾ അതെ, അപ്പോൾ ഒരു നല്ല അതബ് നമുക്കുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അതുണ്ടെങ്കിൽ നമ്മളെ കാഴ്ചയിൽ നമ്മൾ വലിയ ഔലിയാക്കളായിട്ടില്ലെങ്കിലും അർത്ഥത്തിൽ നമ്മൾ ആരാണ്? വലിയാണ്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞു കേട്ട എല്ലാം സ്വലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല നാഫിയാക്കട്ടെ.